സോഫ്റ്റ്വെയർ ഗ്രൂപ്പിന്റെ അടുത്ത നറുക്കെടുപ്പ് ഈ 24 മണിക്കൂറിനുള്ളിൽ നടക്കുക കേട്ടോ. അപ്പൊ ബെഡ്ഷീറ്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് വാങ്ങി. നിങ്ങൾ ഇന്ന് വരെ ബെഡ്ഷീറ്റ് കണ്ടിട്ടില്ലാത്തവരും ബെഡ്ഷീറ്റ് വാങ്ങാത്തവരും ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടേ ഇല്ലാത്തവരും ഒക്കെ ഉടനെ തന്നെ ഏതൊരു ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു കൂപ്പണാണ്. ഒരു ബെഡ്ഷീറ്റിന്റെ കൂടെ ഒരു കൂപ്പൺ. 2 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ 3 കൂപ്പണാണ്. 2 ബെഡ്ഷീറ്റിന്റെ കൂടെ 3 കൂപ്പണാണ്. 3 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ 6 കൂപ്പണാണ്. 3 ബെഡ്ഷീറ്റിന്റെ കൂടെ 6 കൂപ്പണാണ്. അപ്പൊ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. പാണ്ടി മറ്റേ കുഞ്ഞാണെണ്ണ ഉണ്ടല്ലോ പുള്ളിക്കാരൻ, നമ്മുടെ ഇതൊരു സീസണാണെന്ന് തോന്നുന്നു. അതായത് ഇന്ന് ഫസ്റ്റ് നമ്മളിട്ട വീഡിയോ എന്താണ്, കുഞ്ഞൻ പാണ്ടിക്കാട്. ആ പുള്ളിക്കാരൻ്റെ പണ്ട് ഞാൻ നിന്ന് കടയിൽ നിന്ന് അവിടുത്തെ കാക്ക മിക്കവാറും സമയത്ത് പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുമ്പം 1 കിട്ടണത് എപ്പോഴും 2 കിട്ടണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. 1 കിട്ടണം 2 കിട്ടണം, ഓക്കെ 2 കിട്ടണം 4 കിട്ടണം, 4 കിട്ടണം 6 കിട്ടണം, 8 10 ഇങ്ങനെ പോകും. അതായത് പണം ഒരു അല്പം കണ്ടു തുടങ്ങിയ ആൾ, പണത്തിനോടുള്ള ആർത്തി മൂത്ത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരവേശപ്പെട്ട് പിന്നെ പണം 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 എന്ന് കണ്ണു കണ്ടുകൂടാത്ത ആൾക്കാരെ കുറിച്ച് ഒരു അന്ധതയാണത്. കാണാൻ പറ്റത്തില്ല, മറ്റൊന്നും കാണാൻ പറ്റത്തില്ല, പിന്നെ പണം മാത്രമാണ്. പറഞ്ഞു വരുന്നത്, ഇന്ന് രാവിലത്തെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തു. അതിനകത്ത് നമ്മുടെ അങ്ങനെ പേര് പറയുമ്പോൾ എനിക്ക് മനഃപൂർവ്വമല്ല, തെറ്റിപ്പോകുന്നതാ അത്. ഇനി അത് ഉണ്ടാ 2-3 പ്രാവശ്യമൊക്കെ വരുന്നതുകൊണ്ട് വള്ളിയും പുള്ളിയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെ ആയിപ്പോവും. എന്തായാലും കുഞ്ഞൻ പാണ്ടിക്കാട് ആ ഒരു സാധനം നിങ്ങൾ കണ്ടു. ഇപ്പം രണ്ടാമത്തത് ഇപ്പം ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ വളരെ പോസിറ്റീവായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ കുഞ്ഞിൻ്റെ മരണം, അതായത് നമ്മുടെ ടി ഫാമിലി, ഷെഫി എന്ന് പറയുന്നതും അവരുടെ ചാനലുണ്ടല്ലോ, ആ 2 പേരുടെയും അവരുടെ പേരെന്താ, 2 പേരുടെ റിയൽ നെയിം എന്താ, ഷെഫി ഷമി, ഓക്കെ. അപ്പം അവരുടെ അടുത്തൊരു പരിപാടി വന്നിട്ടുണ്ട്. അതായത് മീൻസ് പുതപ്പ് പരിപാടി. പുതപ്പ് നമ്മുടെ കണ്ടോ, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കി ഇതെല്ലാം ചെന്ന് വാങ്ങിക്കുകയും വേണം കേട്ടോ. മൊത്തം നമുക്ക് കാണണം കേട്ടോ. കാണണേ, കാണിച്ചുതരാ. ഇനി പോരുന്നേ വേഗം പോര്. ഇനി ഞാൻ കൊണ്ടുപോകില്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയിപ്പോൾ പോരണമെങ്കിൽ പോര്, ഞാൻ ഇനി കൊണ്ടുപോകില്ല എന്ന് പുള്ളി ഇങ്ങോട്ട് ഇത് പറയുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കാണണം. ട്രിപ്പ് പോരുന്നോ? ഞാൻ പോരുന്നില്ല കേട്ടോ മോനെ. ഉറപ്പിച്ചോ? കാണാൻ വലിയ ഇവിടെ എന്തുണ്ട്? 24 മണിക്കൂറിന്റെ ഉള്ളിലാണ് ഈ ബെഡ്ഷീറ്റിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. ബെഡ്ഷീറ്റിന്റെ നറുക്കെടുപ്പ് 24 മണിക്കൂറിൽ നടക്കും. അപ്പൊ നമ്മളെങ്ങനെ ഫ്ലൈറ്റിൽ എങ്ങനെ ആയി പോയിക്കാണ് വിളിച്ചാൽ കിട്ടൂല, റേഞ്ച് ഉണ്ടാവില്ല. ഞാനില്ല. അപ്പൊ സോഫ്റ്റ്വെയർ ഗ്രൂപ്പിന്റെ അടുത്ത നറുക്കെടുപ്പ് ഈ 24 മണിക്കൂറിന്റെ ഉള്ളിൽ നടക്കുക കേട്ടോ. അപ്പൊ ബെഡ്ഷീറ്റ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് വാങ്ങി. നിങ്ങൾ ഇന്ന് വരെ ബെഡ്ഷീറ്റ് കണ്ടിട്ടില്ലാത്തവരും ബെഡ്ഷീറ്റ് വാങ്ങാത്തവരും ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടേ ഇല്ലാത്തവരും ഒക്കെ ഉടനെ തന്നെ ഏതൊരു ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഈ ബെഡ്ഷീറ്റ് വാങ്ങേണ്ടതാണ്. ഓക്കെ. പിന്നെ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കൂപ്പൺ അല്ല. 1699 രൂപന്റെ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് 1000 രൂപക്കാണ്. 1699 രൂപയ്ക്കുള്ള ബെഡ്ഷീറ്റ് 1000 രൂപ. വണ്ടി എവിടെയാണ് സ്ഥലം? 1000 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് കിട്ടുന്നേ. ഞാനും ഇവിടെ കൂടെ മറ്റേ ഹിന്ദിക്കാരന്മാർ 250 രൂപയ്ക്ക് 3 വേണമെന്ന് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ 1000 രൂപയ്ക്ക് നല്ല പൊതിഞ്ഞ് വൃത്തിയാക്കിയ സാധനം കിട്ടുന്നുണ്ട്. നമ്മുടെ രാമേന്ദ്രയിലേക്ക് പോയിട്ട് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനും ഇതിനെക്കാട്ടും നല്ല പാക്കിംഗ് ഉള്ള സാധനത്തിനും 500 രൂപ 600 രൂപയ്ക്കൊക്കെ താഴേക്ക് നല്ല സാധനം കിട്ടുമായിരുന്നു. ഇതിപ്പം സിംഗിളാണോ ഡബിളാണോ വലിയ കിങ് സൈസ് ആണോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എങ്കിലും 1000 രൂപയ്ക്കാണ്. പക്ഷേ 1699 രൂപയ്ക്കുള്ള വില, അതൊക്കെ വില മനസ്സിലായില്ലേ? ചിലപ്പോൾ 10,000 രൂപ ആവും ഒരെണ്ണത്തിന്. ഓക്കെ, കേൾക്കാം. കൂപ്പൺ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് പുതപ്പ് മാത്രം നിങ്ങൾ മൂടി പുതപ്പിച്ച് കിടത്തുക. ആദ്യമേ മനസ്സിലാവുന്നു. സോപ്പ് കുറച്ച് വന്നായിരുന്നേ, പതയും കൂടെ ചെയ്തായിരുന്നു. ഓക്കെ, ഇനി കുഴപ്പമില്ല, പുതപ്പാണല്ലോ, മൂടി പുതപ്പിച്ച് നിങ്ങളെ കിടത്താൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വെറുതെ ഇത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം. പക്ഷെ കൂപ്പൺ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സൗജന്യമായിട്ടാണ്. അതൊരു അഡ്വാൻസ് ആയിട്ട് വേറെ ലെവൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ 1ാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് 30 പവൻ സ്വർണ്ണം. അപ്പൊ 1ാം സമ്മാനം 30 പവൻ സ്വർണം. 1 പവൻ സ്വർണത്തിന് ഇപ്പോഴത്തെ ഏതാണ്ട് വില ഒരു 70,000 രൂപയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 70 × 30 എന്ന് പറയുമ്പോഴേക്കും എത്രയായി? 7 3 21 ലക്ഷം രൂപയ്ക്കുള്ള ഗോൾഡ്. എൻ്റെ പണിക്കൂലിയൊക്കെ കൂടുതലായിരിക്കും അല്ലേ? എന്നാൽ 21 ലക്ഷം രൂപയ്ക്കുള്ള ഗോൾഡ് നമ്മൾ കണക്ക് കൂട്ടിയേക്ക്. നിങ്ങൾ കണക്ക് കൂട്ടുക കേട്ടോ. ഈ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ ലക്ഷക്കണക്കിന് ബെഡ്ഷീറ്റ് ഒന്നും പോകട്ടോ, വെറും 10,000 ബെഡ്ഷീറ്റ് പോയി. 10,000 × 1000 1 കോടി രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വിൽക്കുന്നു. 1 കോടി രൂപയ്ക്കാണ്. അതായത് ഇതിന് ഒരുപാട് പേരൊന്നും വേണ്ട. 10,000 പേർക്ക് ഈ 1000 രൂപ വെച്ചിട്ട് ഈ ഒരു സാധനം നടത്തുന്നു. ദിസ് ഈസ് എ സ്കാം. അതായത്
ഗവൺമെൻറ്റിന് ഓതറൈസേഷൻ ഇല്ലാതെ ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആരാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ഗവൺമെൻറ് അധികൃതരൊക്കെ ഇത് കാണുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, നാട്ടുകാരെ ഇങ്ങനെ മൂഞ്ചിച്ച് കിടത്തുന്ന പരിപാടികൾ നിരന്തരം നടക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുത്തുകൊണ്ട് ഒരു എന്താ പറയുക മാതൃകാപരമായിട്ടുള്ള ഒരു സംഭവം നടത്തണം. ഇൻഫ്ലുവൻസേഴ്സ് മറ്റത് മറിച്ചത് എന്നൊക്കെ കോണാത്തിലുള്ള എല്ലാവരും അങ്ങനെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അവരാധിച്ചിട്ട് ആൾക്കാരെ മൊത്തത്തിൽ മറ്റേ കുത്തുവാ അടുപ്പിക്കുന്ന രീതി ഇത് വാങ്ങാൻ ആൾക്കാരുണ്ട്. ഈ ബെഡ്ഷീറ്റ് വാങ്ങാൻ ആൾക്കാരുണ്ടാവും. 1000 രൂപയ്ക്കുള്ള ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ആൾക്കാരെ അറിയാത്തതാണ്. ഇതൊന്നും വില നിങ്ങൾക്ക് അറിയാത്തവരാണോ? അപ്പം ഇവരെ പോലുള്ള ആൾക്കാർ അതിനെ പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. എനിക്കതാണ് വിഷമം. കാരണം ഈ പറയുന്ന ഈ കപ്പിളിൻ്റെ അവരുടെ ആ കുഞ്ഞ് മരണപ്പെട്ട ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇമോഷണലി ചെയ്തൊരു വീഡിയോ. അവരൊക്കെ വളരെ റെസ്പെക്ട്ഫുള്ളി കൈകാര്യം ചെയ്തത്. ഞാൻ ഇപ്പോഴും അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സാധനവും എടുത്തു വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാമെന്ന് പറയുന്ന ഈ മനോഭാവം ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യൂവേഴ്സിനെ നിങ്ങൾ ചതിക്കുന്നതിന് തുല്യമല്ലേ? ഇതൊക്കെ എന്താണ്? ഇതിനകത്ത് കുറച്ച് പേർക്ക് എന്തെങ്കിലും കിട്ടും, നക്കാപ്പിച്ച വല്ല സാധനങ്ങളും കിട്ടുമെന്ന് വിചാരിക്കാം. ബാക്കിയുള്ളവർ മൊത്തം മൂഞ്ചിച്ച് കിടത്തുമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എത്ര പേരുടെ ആയിരങ്ങളാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ കുറച്ച് പേർക്ക് കുറച്ച് എന്തെങ്കിലും കിട്ടും. ഓക്കെ, ബാക്കി കേൾക്കാം. കഴിഞ്ഞില്ല. സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഷിഫ്റ്റ് കാറാണ്. രണ്ടാം സമ്മാനമായിട്ട് ഷിഫ്റ്റ് കാർ. ഓക്കെ, ഷിഫ്റ്റ് കാർ കിട്ടും. ഷിഫ്റ്റ് കാറിന് എത്രയാവും? 10 ലക്ഷത്തിന് മേളിൽ വരും. എന്നാലും 10 വൈ, നേരത്തെ 20, 21, 10, 31. ഓക്കെ, അല്ലെങ്കിൽ 4 കൂടെ ചേർത്ത് 35 വൈ. സമ്മാനമായിട്ട് വരുന്നത് 5 ഇലക്ട്രിക് സ്കൂട്ടിയാണ്. 5 ഇലക്ട്രിക് സ്കൂട്ടി. 5 ഇലക്ട്രിക് 35, നമുക്കൊരു 45 വയ്ക്കാം. ഓക്കെ, 5 എണ്ണത്തിന് 10 ലക്ഷം രൂപ കിട്ടും. 45. 4ാം സമ്മാനമായിട്ട് വരുന്നത് 5 പേർക്ക് ഐഫോൺ. 45, 5, 50 വൈ. 55, 5 IC എന്നൊക്കെ പറയും. എത്ര രൂപയാവും? 5, 45, 50 അല്ലേ? 50. അത് മാത്രല്ല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 50 ലക്ഷം രൂപ, 55 ലക്ഷം രൂപയൊക്കെ വരുമായിരിക്കും. 100 പേർക്ക് ഡയമണ്ടിന്റെ റിങ്ങും. 100 പേർക്ക് ഡയമണ്ടിന്റെ റിങ്. എത്ര രൂപയ്ക്കുള്ളത്? എത്ര രൂപയ്ക്കുള്ളതെന്നും കൂടെ പറയാത്തെന്താ? 100 പേർക്ക് അതൊരു 5000 രൂപ വെച്ച് 10 പേർക്കാകുമ്പോൾ 50,000, 100 പേർക്കാകുമ്പോൾ 5 ലക്ഷം. ഒരു 60 ലക്ഷം രൂപ. അതിൽ 5 പേർക്കുള്ള ഡയമണ്ടിന്റെ റിങ് ഓൾറെഡി കൊടുത്ത്. അപ്പൊ ഇനിയുള്ള അടുത്ത നറുക്കെടുപ്പാണ് ഈ 24 മണിക്കൂറിനുള്ളിൽ. അപ്പൊ ബെഡ്ഷീറ്റിന് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ബെഡ്ഷീറ്റ് വാങ്ങുക. ഒരു ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു കൂപ്പണാണ്. ഒരു ബെഡ്ഷീറ്റിന്റെ കൂടെ ഒരു കൂപ്പൺ. 2 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ 3 കൂപ്പണാണ്. 2 ബെഡ്ഷീറ്റിന്റെ കൂടെ 3 കൂപ്പണാണ്. 3 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ 6 കൂപ്പണാണ്. 3 ബെഡ്ഷീറ്റിന്റെ കൂടെ 6 കൂപ്പണാണ്. അപ്പൊ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പിന്നെ ബെഡ്ഷീറ്റ് ആവശ്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, പർച്ചേസ് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കമന്റ് ബോക്സ് വല്ലതും ഉണ്ടോ? ഇതൊക്കെ കുഞ്ഞൻ കരിമ്പാറ. അയ്യോ അല്ലല്ല, കുഞ്ഞൻ പാണ്ടിക്കാട്. ആ 30 വായിച്ചാൽ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് പുതപ്പാണ്. അവനൊരു കോലുമുട്ടായി വാങ്ങി കൊടുക്ക്. യൂട്യൂബ് നിറയെ നിങ്ങളുടെ വിവാഹം ഒരു തട്ടിപ്പ് ക്ഷീണം. കുഞ്ഞൻ പാണ്ടിക്കാട്. ഇതിനകത്ത് മെൻഷൻ വന്നിട്ടുണ്ട്, കുഞ്ഞൻ പാണ്ടിക്കാട് കുഞ്ഞന്. ഇനി അടുത്ത് ഇവരുടെ ഈ ഒരു നറുക്കെടുപ്പ്. ഇത് കറക്കിയാണ് നറുക്കെടുപ്പ്. നമ്മുടെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ട നറുക്കെടുപ്പ് കഴിഞ്ഞ് 2ാം ഘട്ട നറുക്കെടുപ്പിന്റെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യഘട്ട നറുക്കെടുപ്പിൽ വിന്നേഴ്സായ ആൾക്കാർക്കില്ലേ ഇത് ബാക്കിയുള്ളവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നൊക്കെ തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ ഒന്നുള്ള ആൾക്കാരൊന്നുമല്ല. നിങ്ങൾക്ക് അറിയുന്നവർ കമന്റ് ചെയ്യട്ടെ. എനിക്ക് ഒരാരും അറിയുന്നില്ല. കൂടി നമ്മൾ ഇന്ന് ഹാൻഡ് ഓവർ ചെയ്യാറ്. ഇപ്പൊ ഗൈസ്, നമ്മളെ നറുക്കെടുപ്പിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അതായത് 1699 രൂപന്റെ ബെഡ്ഷീറ്റിന്റെ കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് കൂപ്പൺ ആണിത്. അപ്പൊ ഈ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ബെഡ്ഷീറ്റ് പോകുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വെറും 10,000 ബെഡ്ഷീറ്റ് പോയി കഴിഞ്ഞാൽ വെറും 10,000 ബെഡ്ഷീറ്റ് മാത്രം. വളരെ സംഭവം വളരെ മാന്യമായിട്ടുള്ള ഇടപാടുകളാണ് കേട്ടോ. വെറും 10,000 ബെഡ്ഷീറ്റ്. നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബമ്പർ സമ്മാനമായിട്ടുള്ള 30 പവൻ സ്വർണം, ഷിഫ്റ്റ് കാറൊക്കെ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള നിലവിൽ. നേരത്തെ നമ്മൾ ഒരു കണക്ക് കൂട്ടിയപ്പോൾ തന്നെ ഇവർ ചുമ്മാ കൊടുക്കുന്നത് പോലെ ഈ പറഞ്ഞ സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടോട്ടൽ എമൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു 60 ലക്ഷത്തിന് രൂപയ്ക്കകത്ത് വരും. 1 കോടി രൂപയ്ക്കുള്ള സാധനം ഇവർ ഓൾറെഡി ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് 60 ലക്ഷം രൂപയ്ക്കോളം ഉള്ള സാധനമാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സാധനത്തിന് കൊടുക്കുന്നതിനാണ് ഇവർ ഈ പറയുന്ന സാധനത്തിന് പ്രൊമോഷൻ പോലെയൊക്കെ ചെയ്ത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഈ TT ഫാമിലിയും ബാക്കി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും നല്ല പൈസയും വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതായത് സ്വന്തം ക്രെഡിബിലിറ്റി, സ്വന്തം വ്യൂവേഴ്സ് ഇവരെല്ലാം അങ്ങോട്ട് പറ്റിക്കാനും വിൽക്കാനും വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഇടനിലക്കാരൻ. അതായത് ഒരു സ്വന്തമായിട്ട് വീട്ടിൽ വളർത്തി വലുതാക്കിയ ഒരു സാധനത്തിന് അവസാനം ഒരു രാത്രി കൊണ്ടുപോയിട്ട് കത്തി അറുത്ത് ഇങ്ങനെ കൊല്ലുന്നില്ലേ, അതിൻ്റെ പരിപാടി. ഇത് പറയുന്നപ്പോഴാണ് ഒരു കാര്യം പറയണ്ട. ഞാനിത് പറയണത് നേരത്തെ വീട്ടിൽ മറന്നുപോയതാണ്. എനിക്കും വന്നിട്ടുണ്ട് ഈ വീട് വിൽക്കാൻ കടം കൊണ്ട് നിൽക്കുകയാണ്, നമുക്ക് വീടൊരു കൂപ്പൺ സെറ്റപ്പ് ബ്രോയും കുറച്ച് ചെയ്താൽ നമുക്ക് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തെ ഞാൻ ആ പരിപാടിക്കില്ല. വേറെ ആരുടെ അടുത്ത് വേണമെങ്കിൽ പറഞ്ഞു എനിക്ക് വലിയ പൈസയൊക്കെ ഓഫർ ചെയ്തത് ഇല്ല.
നമ്മൾ ആ പരിപാടിക്ക് ഇല്ല കേട്ടോ. കാരണം എനിക്ക് അറിയത്തില്ല, എനിക്ക് എൻ്റെ അങ്ങനെ വേണ്ടെന്നേ. യൂട്യൂബിലേക്ക് കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ അത് മതി, മതിന്നേ. അത് വെച്ചിട്ട് ഞാൻ വളരെ തൃപ്തനാണ്. പിന്നെ എനിക്ക് ജോലിയുണ്ട്, ആ ജോലി വെച്ചിട്ട് എനിക്ക് അത് മതി. എനിക്ക് ഇങ്ങനെയുള്ള പൈസ വേണ്ട. ഇതിലിട്ടിട്ടുണ്ട്. നമ്മള് നറുക്കെടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നറുക്കിൽ കിട്ടിയ ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ 100 ഡയമണ്ട് റിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 100 ഡയമണ്ട് റിംഗ്. അതിൽ കഴിഞ്ഞ ആഴ്ചയില് എടേ നിങ്ങളൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ കണ്ടോ, 100 ഡയമണ്ട് റിംഗ് കൊടുത്തു. അടുത്ത ഡയമണ്ട് അവർക്ക് ഡയമണ്ട് റിംഗ് കൊടുക്കും. എന്നിട്ട് അവർ അടുത്ത ഭാഗ്യശാലിനെ അവരെ കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിച്ചിട്ട് ആ ആൾക്ക് നമ്മള് ഇന്ന് വിളിച്ചിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പോവാ. ഇതിങ്ങനെ ഒരു ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പോവാ. അപ്പൊ നമ്മളിതാകും നമ്മൾ ആദ്യത്തെ ഡയമണ്ട് റിംഗ് നമ്മൾ കൊടുക്കുകയാണ്. ഷഹാന എന്നൊരു താത്തക്കാണ് കൊടുക്കുന്നത്. ഷഹാന നമ്മൾ രണ്ടാമത്തെ നറുക്കെടുപ്പിന്റെ നറുക്ക്. ഇത്രയും കൂപ്പണും ഇത്രയൊക്കെ വാങ്ങിച്ചിട്ട് ഇത്രയും എടുത്തിട്ട് കുലുക്കുന്ന ആൾക്കാരൊന്നും വന്നില്ലേ അവിടെ? ഈ ഡയമണ്ട് റിംഗ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ട് മാത്രമേ വന്നുള്ളൂ. ഈ പറഞ്ഞ ഈ ഇൻഫ്ലുവൻസേഴ്സും ഈ കൊടുക്കുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ. ഈ പൈസ കൊടുത്ത് വാങ്ങിച്ച ഈ കൂപ്പൺ വാങ്ങിയ ആൾക്കാരൊന്നും അവിടെ വരില്ലേ? അവരാരും വേണ്ടേ? അല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ നേരത്തെ സമ്മാനം കിട്ടിയവരെന്ന് പറയുന്നവരും അവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഈ കൂടെ വേറെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പണം കൊടുത്ത് നിങ്ങളെന്താ ഈ കൂപ്പൺ വാങ്ങിയവരൊക്കെ എവിടെയാ? അവരെന്താ വരാത്തെ? അവരെന്താ ഇല്ലാത്തെ? കറക്കി കഴിഞ്ഞിട്ട് കയ്യകത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, എടുക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ, കണ്ടല്ലോ. ഓക്കെ, കൈമാറുകയാണ്. അതേപോലെ ഉസ്താദ് തന്നെയാണ് നമ്മളെ അടുത്ത നറുക്കെടുപ്പിലെ ഒരു വിജയിയെ തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ വിജയ് ഉസ്താദിനെ വായിച്ചോ. ലുബ്ന ഇക്കെ. അപ്പൊ ഗൈസ് നമുക്ക് ടോട്ടൽ കഴിഞ്ഞ പ്രാവശ്യം 5 വിന്നറായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് 3 വിന്നേഴ്സ് ആണ്. 2 വിന്നേഴ്സിന് എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളത് കൊറിയർ അയച്ചെടുക്കും. കഴിഞ്ഞാൽ അവരും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ശരി അപ്പൊ ഇനി 2 വിന്നർ നമ്മൾ ഇന്ന് സെലക്ട്. കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ മറ്റേ ഒരു റീൽ കണ്ടായിരുന്നേ. ആരെയും വിഷമിപ്പിക്കാനോ ആരെയും ഇത് കളിയാക്കാനൊന്നും അല്ല കേട്ടോ. ആ റീലിനകത്ത് ഒരു 2 പേര് തമ്മിൽ ഇത് പറയുകയാണ്. ഇപ്പം എന്താ പറയുക, സുന്നത്ത് എന്തോ നടത്തുന്നത്, മറ്റേ ഇതുണ്ടല്ലോ ചേലാകർമ്മോ അങ്ങനത്തെ പരിപാടികളല്ലേ നടത്തുന്ന ഒരു പരിപാടിയിട്ട് ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത്. അപ്പോൾ മറ്റേ പുള്ളിക്കാർ ഇതുപോലെ ഇതാണെന്ന് പറയുന്നത്, ചേലാകർമ്മം ആണെന്ന് പറയുമ്പോൾ അപ്പം മറ്റേ കേട്ടോണ്ടിരുന്ന ആൾ പറഞ്ഞു മുട്ടമണി ഖൈറാവട്ടെ എന്ന്. മുട്ടമണി ഖൈറാവട്ടെ. ഞാനത് കേട്ട് ഒരുപാട് ചിരിച്ചു. ഞാൻ താഴെ കമൻ്റ് ഇട്ടു, മുട്ടമണി ഖൈറാവട്ടെ എന്ന്. ഞാൻ അപ്പോൾ ഖൈറെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും കേൾക്കുമ്പോൾ എന്തോ ഒരു അത് മുട്ടമണി എന്ന് പറയുന്ന സാധനം മനസ്സിലായല്ലോ എന്താണ് അത്. അതുപോലെ ഇവരുടെയൊക്കെ ഈ കറക്കലും ഇവരുടെയൊക്കെ ഈ ഒട്ടിച്ചെടുപ്പും ഒക്കെ ഖൈറാവട്ടെ. അടിപൊളിയായിട്ട് കയറി വാ. ആൾക്കാർ മണ്ടന്മാരായി ഇതൊക്കെ വന്ന് വാങ്ങി ഇതൊക്കെ ഉപയോഗിക്കാനും പൈസ കണ്ട് കളയാനൊക്കെ ആൾക്കാരുള്ളപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നേ. ഇനിയും നടക്കട്ടെ പരിപാടികൾ, ഇതുപോലെയൊക്കെ നടക്കട്ടെ. ഇങ്ങനെയൊക്കെ തന്നെ വേണം ഈ കേരളത്തിൻ്റെ അകത്ത്. 100% ലിറ്ററസി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നില്ലേ ഇവിടെ, ഇതൊക്കെ തന്നെ വേണം. ഗൈസ് നിങ്ങളെ എപ്പോഴും എന്തായാലും കമന്റ് ബോക്സിൽ എപ്പെടുത്താം. എന്തായാലും TT ഫാമിലി കൊള്ളാം കേട്ടോ, ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്, ബൈ.